അലോൺ. ഇത് ഒരു നോർമൽ ഡേ ആണേ. മോർണിംഗ് എണീറ്റ ഉടനെ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് സിറ്റ് ഔട്ടിൽ പോയിരുന്ന് വെറുതെ വായി നോക്കിയിരിക്കാൻ പ്രത്യേക ഒരു രസമല്ലേ. ശരിക്കും കണ്ടോ, ഞാൻ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പാടില്ലാത്ത കേട്ടോ. ഇടയ്ക്ക് ഞാൻ മറന്നുപോകും. ഇന്ന് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ കൂടെ ഉണ്ടാകുകയും ഇതിനകത്ത് എൻ്റെ കുഞ്ഞോൻ. ഈ ചെറുതിനെ മേയ്ക്കലാണ് ഇന്നത്തെ എൻ്റെ മെയിൻ ടാസ്ക്. പ്രഗ്നൻസി തുടങ്ങി തൊട്ട് എനിക്ക് ആദ്യമായി വിരോധം തോന്നിയ ഒറ്റൊരാളേ ഉള്ളൂ കേട്ടോ. ആരാന്നല്ലേ, വേറെ ആരുമല്ല, ഈ ബോയിൽഡ് എഗ്സ്. ഇതിനെ ഇങ്ങനെ തന്നെ കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാനേ പറ്റാത്തൊരു കാര്യമാണ്. ഇതിന് മുന്നേ വരെ മടമടാന്ന് കയറ്റിക്കൊണ്ടിരുന്ന സാധനമാണ്. എല്ലാ കഴിവും തിരിച്ചു വന്നാൽ മതിയായിരുന്നു. വരുത്തണം, അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ പതുക്കെ രൂപമാറ്റമൊക്കെ വരുത്തിയിട്ട് എങ്ങനെയുമൊക്കെ അകത്താക്കാൻ ശ്രമിക്കും. എഗ്ഗ് മിക്കപ്പോഴും ഞാൻ എൻ്റെ ഡെയിലി ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റം കേട്ടോ. ആ കസേരയിലിരിക്കുന്ന ലെവനാട്ടോ എൻ്റെ കുഞ്ഞോൻ. രാവിലെ എണീറ്റ ഉടനെ ആയതുകൊണ്ട് ഒരു ചെറിയ ചടപ്പൊക്കെ ഉണ്ട്. ഇനി ഒന്ന് ട്രാക്കിലായി കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. തുടക്കമൊക്കെ നമ്മൾ മാക്സിമം അടയും ചക്കരയുമായി ഇരിക്കാൻ ശ്രമിക്കും. നമ്മളല്ല, ഞാൻ കൂടുതൽ ശ്രമിക്കും. പക്ഷേ ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോവും, സ്വാഭാവികം. നമ്മൾ ഒറ്റക്കൊക്കെ പല്ല് വയ്ക്കുക. പക്ഷെ എന്നാലും ചില ദിവസങ്ങളിൽ ചെറിയ മടിയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെയാണ്. പിന്നെ കഴിക്കുമ്പോൾ ടി വി കാണാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ശീലമായിപ്പോയി. പിന്നെ ഞാനൊരു മാതൃകാ വ്ളോഗറൊന്നും അല്ലേ. എൻ്റെ വീഡിയോയിൽ ചിലപ്പോൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. സോ പ്ലീസ് നോട്ട് ദാറ്റ്, ഓക്കെ? ഐ ആം ജസ്റ്റ് ബീയിങ് മീ. ജെനുവിനിറ്റി. ഇന്നത്തെ എൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് കുഞ്ഞോനെ ടി വി നിന്ന് മാക്സിമം മാറ്റി നിർത്തുക. അതിന് നമ്മൾ പല വഴികളും കണ്ടെത്തേണ്ടി വരും ഗൈസ്. അതിൽ ഒരു വഴിയാണ് ഇത്. പല രീതിയിലും നമ്മുടെ മനോനില ഒന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് തന്നെ ലാസ്റ്റ് വേണ്ടി വന്നു ഗൈസ്. വീർ ദ റോബോ ബോയ്. ആരാന്നല്ലേ, ഇതൊക്കെ അറിയണമെങ്കിൽ ഇതുപോലെ ഒരു ഐറ്റം വീട്ടിൽ വേണം കേട്ടോ. ലാസ്റ്റ് ഞാൻ അങ്ങനെ കളത്തിലിറക്കി. അവനെ കണ്ടതും നമ്മൾ സീറ്റിൽ നിന്ന് പൊങ്ങിയില്ലേ, അതിന് കളറൊക്കെ കൊടുത്ത് വന്നപ്പോൾ ചെക്കൻ ഫ്ലാറ്റ്.